ശ്രീ എം സ്വരാജ്, ഈ CBI അന്വേഷണത്തിലേക്ക് തന്നെ വന്നാൽ, അതിന്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ നേരത്തെയുള്ള UPA സർക്കാരിന്റെ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു CBI അല്ല അന്വേഷിക്കാൻ പോകുന്നത്. ഇത് BJP സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു CBI ആണ്. അത് CPM-നെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ടോ? ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ബഹുമാന്യനായ റിട്ടയർഡ് SP-യുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിനെയും പ്രായത്തെയും എല്ലാം മാനിക്കുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ പറയുന്ന അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, UAPA പ്രകാരം കേസെടുക്കാൻ കാരണം ആ കൊലപാതകം നടക്കുന്ന സമയത്ത് സമൂഹത്തിൽ ഭീതിയുണ്ടായി, ബോംബ് സ്ഫോടനം ഉണ്ടായി, ഭീതിയുണ്ടായി. എല്ലാ കൊലപാതകങ്ങളും നടക്കുമ്പോൾ സമൂഹത്തിൽ ഭീതിയല്ലേ ഉണ്ടാവുന്നത്? ഏതെങ്കിലും ഒരു കൊലപാതകം നടക്കുമ്പോൾ സമൂഹത്തിൽ ആഹ്ലാദം ഉണ്ടാവുമോ? ഇപ്പൊ എത്ര കൊലപാതകം സമീപകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായി? നടു റോഡിലിട്ട് ബോംബെറിഞ്ഞു കൊല്ലുന്നു. ITI വിദ്യാർത്ഥി സജിൻ ഷാഹുലിനെ തിരുവനന്തപുരത്ത് ബോംബെറിഞ്ഞാ കൊന്നത്. അപ്പൊ ബോംബെറിഞ്ഞ് സ്ഫോടക വസ്തു പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാണ് ഞങ്ങളൊക്കെ പഠിച്ച നിയമം. ഒരാൾ കൊല്ലപ്പെട്ടാൽ IPC പ്രകാരം കേസെടുക്കണം. റെലവന്റ് സെക്ഷൻ ഇതിലെല്ലാം ഉണ്ട്. UAPA എന്തിനു വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ സാങ്കേതികമായി മാത്രം വ്യാഖ്യാനിക്കുന്നത് ശരിയാകുമോ? UAPA എന്ന നിയമത്തിന്റെ ലക്ഷ്യമെന്ത്? അത് ദേശദ്രോഹത്തിനെതിരെ, രാജ്യദ്രോഹത്തിനെതിരെ, ദേശീയ ഐക്യം സംരക്ഷിക്കാൻ, തീവ്രവാദികൾക്കെതിരെ എല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമല്ലേ? ആ നിയമം ഇങ്ങനെ ഒരു കൊലപാതകത്തിലും ഉപയോഗിക്കാൻ മെനക്കെട്ടാൽ എല്ലാ കൊലപാതകങ്ങൾക്കും അത് ബാധകമാക്കണ്ടേ? സമാന സ്വഭാവമുള്ള എല്ലാ കൊലപാതകങ്ങൾക്കും ബാധകമാക്കണ്ടേ? 67-ലുണ്ടായ ഈ നിയമപ്രകാരം കേരളത്തിൽ സമാന സ്വഭാവമുള്ള ഏതെങ്കിലും കൊലപാതകം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ടോ? അപ്പോൾ അത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ കാണണം. രണ്ട്, ഇനിയിപ്പോ CBI-യിലേക്കാണ് നമ്മൾ വരുന്നത്. CBI-യെ സംബന്ധിച്ച് ഞാൻ എന്റെ ഒരു നിലപാട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. CBI-യെ ഞങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. CBI-യെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അന്വേഷിച്ച് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന നിലയ്ക്കുള്ള ഒരു ആഗ്രഹം, അഭിപ്രായമാണ് BJP-ക്കുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കേസന്വേഷണം ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെടുകയോ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോവുകയോ ദിശ മാറിപ്പോവുകയോ ചെയ്യുന്ന ഘട്ടത്തിലാണ് അത് ഉന്നയിക്കേണ്ടിയിരുന്നത്. മറിച്ച് അവർ കരുതുന്നത് CBI എന്ന അന്വേഷണ ഏജൻസി കേന്ദ്ര ഗവൺമെന്റിന്റെ ഉപകരണമാണ്. നിങ്ങളുടെ ചോദ്യം ശരിയാണ്. സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർ തന്നെ ഇതിനു മുൻപ് പലപ്പോഴും CBI-യെ നിശിതമായി രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന്റെ പേരിൽ വിമർശിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് പറഞ്ഞ ജസ്റ്റിസ് RM ലോധയായിരുന്നു. ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊത്ത് ചുവട് വെക്കുകയാണ് CBI ചെയ്യുന്നതെന്ന് പറഞ്ഞത് സുപ്രീം കോടതി ജസ്റ്റിസ് മധു അഗർവാളായിരുന്നു. മറ്റൊരിക്കൽ ഈ CBI-യുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം സഹിക്കാൻ വയ്യാതെ ജസ്റ്റിസ് അൽതമാസ് കബീറിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞത്, ഇങ്ങനെയാണ് CBI-യുടെ പോക്കെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും ആവില്ല എന്നാണ്. ഇപ്പോ കേന്ദ്രത്തിൽ BJP വന്നു. BJP-യാണ് ഇനി CBI ഡയറക്ടറെ തീരുമാനിക്കുക. BJP-ക്ക് അതിന്റെ മേലെ എങ്ങനെ അന്വേഷിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയും. അപ്പോ നിങ്ങൾ CBI-ക്ക് അങ്ങ് വിട്, ബാക്കി ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം എന്ന നിലപാടാണ് BJP എടുത്തിട്ടുള്ളത്. ഇനി രാഷ്ട്രീയമായി ഇഷ്ടമില്ലാത്ത CPM-കാരെ വേട്ടയാടാൻ കഴിയും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ രാഷ്ട്രീയമായ ദുഷ്ടലാക്കിനെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. ഇനിയിപ്പോ CBI വന്നതിന് ശേഷം ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം. തീർച്ചയായും.